Good morning. Okay, good morning. എല്ലാവർക്കും സുഖാണോ? very സുഖമായിട്ടിരിക്കുന്നോ? ഓക്കെ, ആതിര ഗുഡ് മോർണിംഗ്, അർച്ചന ഗുഡ് മോർണിംഗ്, ജിന ഗുഡ് മോർണിംഗ്, അർച്ചന ഇതില് എനിക്ക് തോന്നുന്നു HA 12th 13th ബാച്ചാണ് ഉള്ളത് അല്ലെ ഈ ക്ലാസ്സില്. ഓക്കെ ദീപ്തി ഗുഡ് മോർണിംഗ്. H11 ഉണ്ട്. ഓക്കെ, H11 എനിക്കറിയാം, ഞാൻ അതിന് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. HA 12 കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. HA 13 ബാച്ചാണ് അറിയാത്തത്. ഓക്കെ, അഞ്ജന 13th ബാച്ചാണ് അല്ലെ. ഓക്കെ, 13th ബാച്ചിൽ ഞാൻ എടുക്കത്തില്ല കേട്ടോ, അവർക്കായിരിക്കും എന്നെ അറിയാത്തത്. എന്റെ പേര് വന്ദന എന്നാണ് കേട്ടോ. ഓക്കെ, കീർത്തി അശ്വതി സന്തോഷൊക്കെ 13th ബാച്ചായിരുന്നു അല്ലെ. ഓക്കെ ഓക്കെ. പിന്നെ എങ്ങനെയുണ്ടായിരുന്നു എക്സാം ഒക്കെ, ഡിപ്ലോമയുടെ എക്സാം? ഓക്കെ, ഇനി വിദ്യ എളുപ്പമായിരുന്നോ? എളുപ്പമായിരുന്നു അല്ലെ. ഓക്കെ, 12th ബാച്ചിൽ ആരും ഇല്ലേ ക്ലാസ്സില്? പിന്നെ സനില 12th അല്ലേ. ഓക്കെ ഓക്കെ, ശരി. അപ്പൊ നമ്മള് ഡിപ്ലോമ ഒക്കെ നമ്മള് സക്സസ്ഫുൾ ആയിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ നിങ്ങൾ PG-യിലോട്ട് കടന്നിരിക്കുകയാണ് അല്ലെ. ഓക്കെ, അപ്പൊ PG എന്ന് പറയുമ്പോൾ അറിയാലോ, കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ടാവുക അല്ലെ. അതിൻ്റെതായ ചെറിയൊരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ബുദ്ധിമുട്ടാണെന്ന് മുൻകൂട്ടി അങ്ങനെ ഒരു മുൻധാരണ വെച്ച് പോകണ്ട, അതൊക്കെ നമുക്ക് പഠിക്കാനായിട്ട് പറ്റൂ കേട്ടോ. അങ്ങനെ ഡിപ്ലോമയൊക്കെ നിങ്ങൾ വളരെ നന്നായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തു അല്ലെ. ഇനിയിപ്പോ നമുക്ക് PG എടുത്താൽ മതി അല്ലെ. അത് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. കുറച്ചുകൂടെ ഡിപ്ലോമയിൽ നിന്ന് നമ്മൾ കുറെ കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് PG-യിൽ പഠിക്കുന്നുണ്ട്, അറിയാമോ നിങ്ങൾക്ക്? എന്റെ പേര് വന്ദന എന്നാണ് കേട്ടോ. വന്ദന എന്നാണ് എന്റെ പേര്. എനിക്ക് തോന്നുന്നു HA 11th ബാച്ചിലും 12th ബാച്ചിലെ കുട്ടികൾക്ക് തന്നെ അറിയുന്നുണ്ടാവും, ഞാൻ അവർക്ക് ക്ലാസ് എടുത്തിരുന്നു. ഓക്കെ, 13th ബാച്ചുകാരെയാണ് എനിക്ക് അറിയാത്തത് കേട്ടോ, അവിടെ ഞാൻ എടുത്തിട്ടില്ല. ഓക്കെ, പേര് വന്ദന കേട്ടോ. ഓക്കെ, ഇപ്പൊ എല്ലാവരും സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ എല്ലാവരും? ഇന്നലെ തുടങ്ങിയല്ലോ ക്ലാസ്, ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടി കാണും അല്ലെ ചാപ്റ്റേഴ്സിനെ പറ്റി. എങ്ങനെയുണ്ട് PG തുടങ്ങിയിട്ട്? ഓക്കെ ആണോ? ഓക്കെ ആണ്. ഓക്കെ സാറില്ല, അത് ശരി. അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ്സിന്റെ ചെറുതായി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തുടങ്ങി വെക്കാം. ഞാൻ ഒരുപാടൊന്നും എടുക്കുന്നില്ല, ഇന്നിപ്പോ ഫസ്റ്റ് ക്ലാസ് ആണല്ലോ എന്റെ. അപ്പൊ നമുക്ക് പതുക്കെ തുടങ്ങി വെക്കാം കേട്ടോ. എല്ലാവരും ഓക്കെ അല്ലേ? റെഡി അല്ലേ? എല്ലാവരും സെറ്റ് അല്ലേ? സെറ്റ് ആണ്. ഓക്കെ ഓക്കെ, ശരി. അപ്പൊ ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാണ് കേട്ടോ. ഓൾ മ്യൂട്ട് കൊടുക്കുകയാണേ. അഞ്ചാമത്തെ മൊഡ്യൂൾ, ഇന്നൊക്കെ ഒരു 3 മൊഡ്യൂളാണ് ഉള്ളത് കേട്ടോ PG-യിൽ. അപ്പൊ 4 മൊഡ്യൂൾ വരെ നമ്മുടെ ഡിപ്ലോമയിൽ കംപ്ലീറ്റ് ചെയ്തു അല്ലെ. ഇനി നമുക്ക് 5, 6, 7 3 മൊഡ്യൂൾസ് ആണ് നമുക്കുള്ളത്. അപ്പൊ അതിനകത്ത് 5ാമത്തെ മൊഡ്യൂളിലെ 5ാമത്തെ ചാപ്റ്റർ ആണ് എടുക്കുന്നത് കേട്ടോ. ചാപ്റ്റർ നമ്പർ 5 ആണ്. ചാപ്റ്ററിന്റെ പേര് നോട്ട് ചെയ്ത് വെക്കുക, HRM സ്പെസിമെൻസ് ഓഫ് ഇന്റർവ്യൂ പാനൽ. ഓക്കെ, HRM സ്പെസിമെൻസ് ഓഫ് ഇന്റർവ്യൂ പാനൽ. അപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കില് ആ പേജ് നമ്പർ ഒന്ന് മെൻഷൻ ചെയ്യാമോ? അപ്പൊ എല്ലാവർക്കും എടുത്തു വെക്കാൻ എളുപ്പം ഉണ്ടായിരിക്കും. പേജ് നമ്പർ ഒന്ന് ആരെങ്കിലും ഒരാളൊന്ന് മെൻഷൻ ചെയ്യാം. 38 ആണ് കേട്ടോ. 38 ആണ് പേജ് നമ്പർ, എടുത്തു വെച്ചോളൂ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. HRM അല്ലെ. HRM എന്ന് പറഞ്ഞാൽ എന്താണ്? HRM? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അല്ലെ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഈ HRM-നെ പറ്റി നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ ഇവിടെ പഠിച്ചിട്ടുണ്ട്, ഡിപ്ലോമയ്ക്കകത്ത് പഠിച്ചിട്ടുണ്ട് അല്ലെ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു വലിയൊരു ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിട്ടില്ലേ ഡിപ്ലോമയ്ക്കകത്ത്? ഓക്കെ, അത് കൂടാതെ നമ്മള് എന്താണ് മൊഡ്യൂൾ 1-നല്ലേ, ഡിപ്ലോമയിലെ മൊഡ്യൂൾ 1-നകത്ത് നമ്മള് ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ ഉണ്ട് അല്ലെ. ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ഹോസ്പിറ്റൽ അല്ലേ. അതിനകത്ത് ലാസ്റ്റ് നമ്മളൊരു അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റിനെ പറ്റി പഠിച്ചിരുന്നു. അതിനകത്ത് 3 വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ. HR ഡിപ്പാർട്ട്മെന്റ് അല്ലെ, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്,
എന്നും പറഞ്ഞിട്ട് 3 ഡിപ്പാർട്ട്മെന്റുകൾ നമ്മൾ അതിനകത്ത് പഠിച്ചിരുന്നു. അപ്പൊ നിങ്ങൾക്ക് അറിയാം അല്ലെ, HRM അല്ലെ, ഹ്യൂമൻ റിസോഴ്സ് എന്താണെന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട് അല്ലെ. അവിടെ പഠിച്ചിരുന്ന കാര്യം നമുക്കറിയാം, ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്, ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു അസറ്റ് ആണ് അല്ലെ ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നത് അല്ലെ. നമുക്കറിയാം ഒരു ഓർഗനൈസേഷൻ, പ്രത്യേകിച്ച് നമ്മുടെ ഏതൊരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുമ്പോൾ ഹോസ്പിറ്റലിനെ ബേസ് ചെയ്ത് പറയുന്നത് മാത്രം അല്ലെ. ഓക്കെ, അപ്പോ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ വലിയ വലിയ ധാരാളം എക്യുപ്മെന്റ്സുകളുണ്ട്, അതുപോലെ തന്നെ മെഷീനറികളും എല്ലാം ഉണ്ട് അല്ലെ. അതൊക്കെ എന്താണ്, ആ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ അസറ്റ് ആണ്. അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു അസറ്റ് ആണ് എന്ത്, അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നത് അല്ലെ, മനുഷ്യ വിഭവങ്ങളാണ് അല്ലെ. കാര്യം എന്താണ്, അവരുടെ സ്കില്ല് അല്ലെങ്കിൽ അവരുടെ നോളജ്, അവരുടെ എഫർട്ട്, ഇതെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഓർഗനൈസേഷനെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലെ. ആണല്ലോ. അപ്പൊ അതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അല്ലെ. അതായത് ഒരു ഓർഗനൈസേഷൻ, അതിപ്പോ ഹോസ്പിറ്റൽ ആവട്ടെ മറ്റേത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, അവിടെ ആവശ്യമായിട്ടുള്ള ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആളുകളെ നമ്മൾ തെരഞ്ഞെടുക്കണം അല്ലെ. അവരെ റിക്രൂട്ട് ചെയ്യണം, അവരുടെ കൃത്യമായിട്ടുള്ള റോളുകളിൽ അവരെ നമ്മൾ പൊസിഷൻ ചെയ്യണം, അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കണം അല്ലെ. അങ്ങനെയൊക്കെ അതുപോലെ അവരുടെ സാറ്റിസ്ഫാക്ഷൻ, അവരുടെ വെൽബീയിങ്ങും കൂടെ നമ്മൾ ഉറപ്പുവരുത്തണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഓർഗനൈസേഷനെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ, കുറെ ഡീറ്റെയിൽഡ് ആയിട്ട് അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അതായത് അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന റിക്രൂട്ട്മെന്റും പൊസിഷനിങ്ങും ഇൻഡക്ഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കുറെ ഫോമുകള്, ആ ഫോമുകളിൽ നമ്മൾ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റുമായിട്ട് ആ ഒരു റിലേഷൻഷിപ്പ് എന്തൊക്കെയാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കുന്നത് കേട്ടോ. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് വായിച്ചു വരുമ്പോ എളുപ്പമാണ് കേട്ടോ, ബുദ്ധിമുട്ടൊന്നുമില്ല. ഏകദേശം ഒരു ഐഡിയ കിട്ടിയോ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയോ നിങ്ങൾ? ഓക്കെ ആണോ? ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കുറെ ഫോമുകള്, അതിൽ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, HR മാനുവൽ എന്താണ്, അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തുന്നത്, ഇതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ ആണോ? മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്ന കാര്യങ്ങള്? ക്ലിയർ ആകുന്നുണ്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിക്കാം. ആദ്യം വായിക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്നൊന്നും മനസ്സിലാവില്ല, എങ്കിലും നിങ്ങൾ എന്റെ കൂടെ തന്നെ നിങ്ങളും ഒന്ന് വായിക്കാൻ നോക്കുക കേട്ടോ. ഓക്കെ, HRM specimens of interview. Okay. An administrator of a hospital is handicapped without having the charge of human resources. Another fact about administration is that until and unless the general administration and human resources go hand in hand, the administration cannot prove to be successful. We can witness the same professional dispute in the case of medical administration dealing with technical persons and general administration dealing with the non-medical staff members. A general administrator ought to have control over the entire human resource to get a full-fledged control over the hospital irrespective of its status. That's the first paragraph. പാരഗ്രാഫ് വായിച്ചപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? എന്താണ് അവിടെ പറയുന്ന കാര്യങ്ങൾ? എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയോ നിങ്ങൾക്ക്? ഐഡിയ കിട്ടി? ജിനോന് ഐഡിയ കിട്ടി? എന്ത് ഐഡിയയാണ് കിട്ടിയതെന്ന് പറയാമോ? എന്താണ് അവിടെ പറയുന്ന ആ പാരഗ്രാഫില് എന്താണ് അവിടെ പറയുന്ന കാര്യങ്ങള്? ജസ്റ്റ് നിങ്ങള്, നമുക്കിപ്പോ ഓരോ വരെയും വായിച്ച് മനസ്സിലാക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ PG പഠിക്കുമ്പോൾ അതിന്റെ കൺസെപ്റ്റ് എന്താണെന്നുള്ളത് ക്ലിയർ ചെയ്ത് വയ്ക്കാം കേട്ടോ. ഓക്കെ, ആ ഒരു പാരഗ്രാഫിൽ എന്താണ് പറയുന്നതെന്ന് അറിയാമോ? ഇമ്പോർട്ടൻസ് ആണ്. ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ഇൻ ദ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അതായത് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനകത്ത് ഒരു ഹ്യൂമൻ റിസോഴ്സിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നതാണ് ആ ഒരു പാരഗ്രാഫിനകത്ത് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ഇൻ എ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നമുക്കറിയാം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഓവറോൾ മാനേജ്മെന്റ് ഓഫ് ഹോസ്പിറ്റൽ ആണ് അല്ലെ. ഒരു ഹോസ്പിറ്റലിന്റെ ഓവറോൾ ആയിട്ടുള്ള ഒരു മാനേജ്മെന്റിനെയാണ് നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അത്തരത്തിലുള്ള ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നത് ഒരു ഹ്യൂമൻ റിസോഴ്സസിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നതാണ് അപ്പൊ പറയുന്നത്. ഓക്കെ, ആ ഫസ്റ്റ് സെന്റൻസ് നോക്കിയേ. എൻ അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേഷൻ ഓഫ് എ ഹോസ്പിറ്റൽ ഈസ് ഹാൻഡിൽ കേപ്പഡ് വിത്തൗട്ട് ഹാവിംഗ് ദ ചാർജ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. അതായത് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഇസ് ഇൻഇഫക്റ്റീവ് ആണ് ഓർ ഇൻകംപ്ലീറ്റ് ആണ് വിത്തൗട്ട് ഹാവിംഗ് എ കൺട്രോൾ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. അതായത് ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഇല്ല എങ്കിൽ, ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഇല്ല എങ്കിൽ അവിടെ എന്ത് സാധ്യമല്ല? നല്ലൊരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സാധ്യമല്ല. നല്ലൊരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിനെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ, അല്ലെ? അപ്പൊ ഒരു നല്ല ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സാധ്യമാകണമെങ്കിൽ അവിടെ എന്ത് വേണം? നല്ലൊരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഒരു പ്രോപ്പർ ഹ്യൂമൻ റിസോഴ്സിൽ ഒരു കൺട്രോൾ ഇല്ലാതെ ഒരിക്കലും എന്ത് സാധ്യമല്ല? ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് സാധ്യമല്ല. അത് ഇൻകംപ്ലീറ്റ് ആണെന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ഇൻഎഫക്റ്റീവ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അഡ്മിനിസ്ട്രേഷൻ ഓഫ് എ ഹോസ്പിറ്റൽ ഇസ് ഹാൻഡിക്കേപ്ഡ്, ദാറ്റ് മീൻസ് ഇൻകംപ്ലീറ്റ് ആണ് അല്ലെങ്കിൽ ഇൻഎഫക്റ്റീവ് ആണ്. എങ്ങനെ? വിത്തൗട്ട് ഹാവിംഗ് ദ ചാർജ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. ഒരു പ്രോപ്പർ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഇല്ല എങ്കിൽ അവിടെ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സാധ്യമല്ല. ഓക്കെ, പിന്നെ എന്താണ്? അനദർ ഫാക്ട് അബൌട്ട് അഡ്മിനിസ്ട്രേഷൻ ഇസ് ദാറ്റ് until and unless the general administration and human resources go hand in hand, the administration cannot prove to be successful. മനസ്സിലായോ? അതായത് ഒരു അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നതും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റും എങ്ങനെ പോകണം? ഗോ ഹാൻഡ് ഇൻ ഹാൻഡ്, എന്ന് വെച്ചാൽ ഒരുപോലെ പോകണം. ഒരുപോലെ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഓർഗനൈസേഷനെ ഫങ്ഷൻസുകൾ വളരെ എഫിഷ്യന്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. നിങ്ങളൊരു കാറായിട്ട് സങ്കല്പിച്ചാൽ മതി. ഇപ്പൊ ഒരു കാറിന് 4 വീലുകൾ ഉണ്ട്, അല്ലെ? 4 വീലും ഉണ്ട്, അതിന്റെ ഒരു ഡ്രൈവറുണ്ട്. ആ ഒരു കാറിന്റെ 4 വീലുകളാണ് എന്ത്? ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഹ്യൂമൻ റിസോഴ്സ് നല്ല രീതിയിൽ ആ വീലുണ്ടെങ്കിലേ ഒരു കാറിന് നമുക്ക് ഓടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു കാർ ഒരു അഡ്മിനിസ്ട്രേഷൻ ആണെന്ന് സങ്കല്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ 4 വീലുകളും അതിന്റെ ഡ്രൈവറുമാണ് ആര്? ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. ആ ഹ്യൂമൻ റിസോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ആ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കാറിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കൺസെപ്റ്റ് എന്താണ്? Both the administration and human resource management are crucial for the success of an organization. ഇത്രയുള്ള മനസ്സിലാക്കേണ്ട കൺസെപ്റ്റ്. ഒരു ഓർഗനൈസേഷന് സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ അഡ്മിനിസ്ട്രേഷനും വേണം, അതുപോലെ നല്ലൊരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റും ഉണ്ടായിരിക്കണം. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? മനസ്സിലായോ? ഇനി എന്താണ്? ക്ലിയർ ആകുന്നുണ്ടോ? ഓക്കെ ആണോ? പറഞ്ഞ കൺസെപ്റ്റ് കിട്ടിയോ നിങ്ങൾക്ക്? ഓക്കെ, ഇനി നോക്കാം. We can witness the same professional dispute in the case of medical administration dealing with the technical person and general administration dealing with the non-medical staff members. അതായത് നമുക്കറിയാം ജനറൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്? ഒരു ഹോസ്പിറ്റലിന്റെ ഫിനാൻസ് സംബന്ധമായ കാര്യങ്ങൾ വരുന്നുണ്ട്, അവിടുത്തെ ഓപ്പറേഷൻസ്, ദാറ്റ് മീൻസ് അവിടുത്തെ പ്രവർത്തനങ്ങൾ, ഫെസിലിറ്റികൾ, എല്ലാത്തിന്റെയും മാനേജ്മെന്റ് ആണ് ജനറൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്, അല്ലെ? ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് എന്തൊക്കെ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ട്? സ്റ്റാഫിങ്, അതുപോലെ തന്നെ ട്രെയിനിങ്, എംപ്ലോയീസുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ് ചെയ്തു പോകുന്നത്, അല്ലെ? അപ്പൊ അത് രണ്ടും ഒരുപോലെ പോകണം എന്നാണ് പറയുന്നത്. അപ്പൊ ഇതേപോലെ ഒരു ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു തർക്കം അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു ചർച്ചയില്ലായ്മ എന്ത് തമ്മിലുണ്ടെന്നാ പറയുക? മെഡിക്കൽ അഡ്മിനിസ്ട്രേഷനും ജനറൽ അഡ്മിനിസ്ട്രേഷനും തമ്മിലുണ്ടെന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ ഈ പറയുന്ന കൺസെപ്റ്റുമായിട്ട് കമ്പാരിസൺ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ അത് മാനേജ്മെന്റ് ഓഫ് ടെക്നിക്കൽ പേഴ്സൺസ് ആണ്. അതായത് നമ്മൾ ഈ പറയുന്ന രോഗികൾക്ക് പരിചരണങ്ങളും അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന പ്രത്യേകിച്ച് ഡോക്ടേഴ്സ്, നഴ്സസ് അവരൊക്കെ ഉൾപ്പെടുന്ന ക്ലിനിക്കൽ സ്റ്റാഫുകളുടെ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്, ആണല്ലോ? ഓക്കെ, ഇനി ജനറൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് എന്താണ്? അത് നോൺ ക്ലിനിക്കൽ ആയിട്ടുള്ള ആസ്പെക്ടുകളാണ്. അതായത് നമ്മളൊരു ഹോസ്പിറ്റലിന്റെ ഫിനാൻസ് അല്ലെങ്കിൽ മറ്റുള്ള ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങള്, മറ്റുള്ള ഹോസ്പിറ്റലിന്റെ ഓപ്പറേഷൻസ്, ഹോസ്പിറ്റലിന്റെ എന്താ പറയാ ഇൻഫ്രാസ്ട്രക്ചർ, അതുമായിട്ട് ബന്ധപ്പെട്ട മാനേജ്മെന്റ് ആണ് ജനറൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോ ഈ മെഡിക്കൽ അഡ്മിനിസ്ട്രേഷനും ജനറൽ അഡ്മിനിസ്ട്രേഷനും ഒരുപോലെ മുന്നോട്ട് പോകണം.
നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതായത് അഡ്മിനിസ്ട്രേഷനും ഹ്യൂമൻ റിസോഴ്സസും ഒരുപോലെ ഗോ ഹാൻഡ് ഇൻ ഹാൻഡ് എന്നാണ്. ഒരുപോലെ മുന്നോട്ട് പോയാലേ നമുക്ക് ആ ഒരു ഓർഗനൈസേഷനെ സക്സസ്ഫുൾ ആക്കാൻ പറ്റുള്ളൂ. എന്നതുപോലെ തന്നെയാണ് എന്ത് മെഡിക്കൽ അഡ്മിനിസ്ട്രേഷനും ജനറൽ അഡ്മിനിസ്ട്രേഷനും. മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ ഒരു വഴിക്ക്, ജനറൽ അഡ്മിനിസ്ട്രേഷൻ വേറൊരു വഴിക്ക് പോയി കഴിഞ്ഞാൽ അത് സക്സസ് ആവില്ല. രണ്ടും ഒരുപോലെ പോകണം അല്ലെ, രണ്ടും ഒരുപോലെ ഷെയർ ചെയ്ത് മുന്നോട്ട് പോയാലാണ് നമുക്ക് ആ ഹോസ്പിറ്റലിനെ ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഏതുപോലെയാണെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ കൺസെപ്റ്റ് ഇല്ലേ, അഡ്മിനിസ്ട്രേഷനും ഹ്യൂമൻ റിസോഴ്സും എങ്ങനെ ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്നോ അതുപോലെ തന്നെ വേണം ഒരു മെഡിക്കൽ അഡ്മിനിസ്ട്രേഷനും ജനറൽ അഡ്മിനിസ്ട്രേഷനും മുന്നോട്ട് പോകാനായിട്ട്. രണ്ട് വഴിക്കല്ല കൊണ്ട് രണ്ടും ഒരുപോലെ വേണം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. ഓക്കെ, അതാണ് അവരിവിടെ പറയുന്നത് കേട്ടോ. മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ ഡീലിംഗ് വിത്ത് ടെക്നിക്കൽ പേഴ്സൺ ആൻഡ് ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഡീലിംഗ് വിത്ത് നോൺ മെഡിക്കൽ സ്റ്റാഫ് മെമ്പേഴ്സ്, അതും ഒരുപോലെ മുന്നോട്ട് പോകണം. ഓക്കെ, ഇനി നോക്കിയേ, എ ജനറൽ അഡ്മിനിസ്ട്രേറ്റർ ought to have control over the entire human resource to get a full-fledged control over the hospital irrespective of its status. ഇനി ഒരു ജനറൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് വളരെ ഒരു പവറുണ്ട്, നല്ലൊരു പവറുണ്ട്. എന്തിനുള്ള പവറാണുള്ളത്? അതായത് ആ ഒരു ഹോസ്പിറ്റലിലുള്ള എല്ലാ ഹ്യൂമൻ റിസോഴ്സും, എല്ലാ മനുഷ്യ വിഭവങ്ങളെയും ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്ത് അവരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഒരു പവർ ആർക്കുണ്ടെന്നാ പറയുന്നത്? ഒരു ജനറൽ അഡ്മിനിസ്ട്രേറ്റർക്ക് ഉണ്ട്. ക്ലിയർ ആയോ? മനസ്സിലായോ? അപ്പൊ ശരിക്കും എന്താ അവിടെ പറയുന്ന ആ ഒരു പാരഗ്രാഫിനകത്ത് എന്താ പറയുന്നത്? ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ആണ് കേട്ടോ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നിങ്ങൾ മനസ്സിലാക്കുക, അത്രയേ ഉള്ളൂ. ഒരു അഡ്മിനിസ്ട്രേഷൻ ഇസ് ഇൻഇഫക്റ്റീവ് ഓർ ഇൻകംപ്ലീറ്റ് വിത്തൗട്ട് ഹാവിംഗ് ദ കൺട്രോൾ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് അല്ലെ. ഒരു ജനറൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നതും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നതും ബോത്ത് ആർ ക്രൂഷ്യൽ ഫോർ ദ സക്സസ് ഓഫ് എൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷന്റെ സക്സസിന് ഇവ രണ്ടും ഒരുപോലെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഓക്കെ, ആ ഒരു കാര്യമാണ് നിങ്ങൾ അവിടെ മനസ്സിലാക്കേണ്ടത്. ഓക്കെ ആണോ? ക്ലിയർ ആയോ? ആ പാരഗ്രാഫ് ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി, ഇനി മനസ്സിലാവും നിങ്ങൾക്ക്. An administrator of a hospital is handicapped without having the charge of human resource. Another fact about administration is that until and unless the general administration and human resources go hand in hand, the administration cannot prove to be successful. Okay, we can witness the same professional dispute in the case of medical administration, that is dealing with technical person, and general administration dealing with the non-medical staff members. A general administrator ought to have the control over the entire human resource to get a full-fledged control over the hospital irrespective of its status. Okay, clear ആണല്ലോ? ഓക്കെ അല്ലേ? എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി അടുത്തത്, അപ്പൊ നമുക്ക് ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ചെയ്തു. ഇനി എന്താണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ? എന്താണ് ഹ്യൂമൻ റിസോഴ്സ്? അതാണ് നെക്സ്റ്റ് പാരഗ്രാഫിനകത്ത് പറയുന്നത് കേട്ടോ. നോക്കുക, ഹ്യൂമൻ റിസോഴ്സസ് ഈസ് ദ സെറ്റ് ഓഫ് പീപ്പിൾ who make up the workforce of an organization, business sector, industry or economy. അണ്ടർലൈൻ ചെയ്തു വെക്കാം. എന്താണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ? മനുഷ്യ വിഭവങ്ങളാണ് അല്ലെ. അതായത് മനുഷ്യ വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് റെഫേഴ്സ് ടു പീപ്പിൾ. അതൊരു കൂട്ടം, ഒരു പറ്റം ആളുകളാണ് അല്ലെ. എന്താ ചെയ്യുന്നത്? ദേ കോൺട്രിബ്യൂട്ട് ദെയർ സ്കിൽ, നോളജ് ആൻഡ് എഫർട്ട് അല്ലെ. അവരവരുടെ സ്കില്ല്, അവരുടെ നോളജ്, അതുപോലെ അവരുടെ എഫർട്ട് എല്ലാം തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യാണ്. ഇതിന് വേണ്ടിയിട്ടാണ് ടു അച്ചീവ് ദ ഓർഗനൈസേഷൻ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ് അല്ലെ. അവര് വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻ, ഇപ്പൊ ഹോസ്പിറ്റൽ ആണെങ്കിൽ ഹോസ്പിറ്റല്, ഇനി മറ്റേതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ അങ്ങനെ, ആ ഒരു ഓർഗനൈസേഷന്റെ അവരുടെ ലക്ഷ്യങ്ങള് കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ സ്കില്ലും അതുപോലെ അവരുടെ അറിവും അവരുടെ എഫർട്ടും എല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹ്യൂമൻ റിസോഴ്സസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് ജസ്റ്റ് നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് ദ സെറ്റ് ഓഫ് പീപ്പിൾ who make up the workforce. അവരാണ് എന്ത്? വർക്ക് ഫോഴ്സ് ഓഫ് എൻ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷന്റെ വർക്ക് ഫോഴ്സ് എന്ന് പറയുന്നത് ആരാണ്? അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സ് ആണ്. പറഞ്ഞല്ലോ കാര്യം, അവരുടെ സ്കില്ലും നോളജും എഫർട്ടും ഒക്കെ അവർ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു ഓർഗനൈസേഷന്റെ ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നോക്കിയേ, വർക്ക് ഫോഴ്സ് ഓഫ് എൻ ഓർഗനൈസേഷൻ ആവാം, അല്ലെങ്കിൽ ഒരു ബിസിനസ് സെക്ടർ ആവാം, അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി, ഒരു വ്യവസായമാവാം, ഒരു എക്കണോമി, അവിടെ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ്. അവരെയാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ,
ഇനി നോക്കിയേ, നമുക്ക് അവരെ ഹ്യൂമൻ റിസോഴ്സിന് നമുക്ക് എന്തൊക്കെ ടേമുകളിൽ നമുക്ക് പറയാം, എന്തൊക്കെ ടേമുകൾ ഉപയോഗിക്കാം? എ നാരോവർ കൺസെപ്റ്റ് ഈസ് ഹ്യൂമൻ ക്യാപിറ്റൽ, അങ്ങനെ നമുക്ക് പറയാം അല്ലെ. ഹ്യൂമൻ റിസോഴ്സ് എന്നതിന് നമുക്ക് എന്ത് പറയാം? ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയാം, മനുഷ്യ മൂലധനം എന്ന് പറയാം അല്ലെ. അവരൊരു ക്യാപിറ്റൽ ആണ്, ഒരു അസറ്റ് ആണ് അല്ലെ, ഒരു ഓർഗനൈസേഷന്റെ മൂലധനമാണ് അവര്. സോ എന്ത് നമുക്ക് പറയാം? ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയാം. അല്ലെങ്കിൽ എന്താണ്? ദ നോളജ് ആൻഡ് സ്കിൽസ് വിച്ച് ദ ഇൻഡിവിജ്വൽസ് കമാൻഡ്, അവർ അവരുടെ നോളജും സ്കില്ലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ സിമിലർ ടേംസ് ഇൻക്ലൂഡ്, പിന്നെ മറ്റ് നമുക്ക് ഉപയോഗിക്കാവുന്ന ടേംസുകൾ എന്തൊക്കെയാണ്? മാൻ പവർ, മാൻ പവർ എന്ന് പറഞ്ഞൂടെ നമുക്ക്? കാര്യം അവരുടെ പവർ, അവരുടെ കഴിവാണ് അവരവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. സോ നമുക്ക് അവരെ മാൻ പവർ എന്ന് പറയാം. ലേബർ എന്ന് പറയാം അല്ലെ, ലേബർ തൊഴിലാളികൾ അല്ലെ, അവിടുത്തെ ജീവനക്കാര്. പേഴ്സോണൽ, പേഴ്സോണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാഫുകളാണ് അല്ലെ, സ്റ്റാഫുകൾ എന്ന് പറയാം. അസോസിയേറ്റ്സ് എന്ന് പറയാം അല്ലെ, ഹ്യൂമൻ അസോസിയേറ്റ്സ് എന്ന് നമുക്ക് പറയാം. ഓർ സിംപിളി നമുക്ക് എന്ത് പറയാം? പീപ്പിൾ എന്നും പറയാം. ഓക്കെ, അപ്പൊ ഹ്യൂമൻ റിസോഴ്സിന് നമ്മൾ പല പല ടേംസുകൾ ഉപയോഗിക്കാം. നമുക്ക് ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് മാൻ പവർ എന്ന് പറയാം, ലേബർ എന്ന് പറയാം, പേഴ്സണൽ എന്ന് പറയാം, അല്ലെങ്കിലോ അസോസിയേറ്റ്സ് എന്നും വിശേഷിപ്പിക്കാം. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? അപ്പൊ നമ്മൾ ആ 2 പാരഗ്രാഫിൽ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഒന്ന്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റും അഡ്മിനിസ്ട്രേഷനും ഒരുപോലെ ബോത്ത് ആർ ക്രൂഷ്യൽ ഫോർ ദ സക്സസ് ഓഫ് എ ഓർഗനൈസേഷൻ. ഓക്കെ, പിന്നെ വാട്ട് ഈസ് ഹ്യൂമൻ റിസോഴ്സസ്? ദിസ് ആർ ദ സെറ്റ് ഓഫ് പീപ്പിൾ അല്ലെ. അവരെന്താ ചെയ്യുന്നത്? ദേ ആർ കൺസിഡർഡ് ആസ് എ മാൻ പവർ, അല്ലെങ്കിൽ ദേ ആർ കൺസിഡർഡ് ആസ് എ വർക്ക് ഫോഴ്സ് ഓഫ് എൻ ഓർഗനൈസേഷൻ. കാര്യം എന്താണ്? They contribute their skill, knowledge and effort to achieve the organization goals. Okay, clear ആണല്ലോ? പിന്നെ അതൊക്കെ ഉപയോഗിക്കുന്ന മറ്റു ടേമുകളൊക്കെ ഓർത്ത് വെക്കാം കേട്ടോ. ഹ്യൂമൻ ക്യാപിറ്റൽ, മാൻ പവർ, ലേബർ, ഹ്യൂമൻ അസോസിയേറ്റ്സ്, പീപ്പിൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എന്ത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്? ഹ്യൂമൻ റിസോഴ്സ് ആണ്. ഓക്കെ, ക്ലിയർ ആയോ? ഒന്ന് വായിച്ചു നോക്കാമോ? ജസ്റ്റ് ആ 2 പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കി, ക്ലിയർ ആയോ നോക്കി. ഓക്കെ അല്ലേ? മനസ്സിലാവുന്നുണ്ട് എല്ലാവർക്കും? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഹ്യൂമൻ റിസോഴ്സ് മാനുവൽ ആണ് കേട്ടോ. എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനുവൽ? എന്തായിരിക്കും ഹ്യൂമൻ റിസോഴ്സ് മാനുവൽ എന്ന് പറഞ്ഞാൽ? വേറൊന്നുമല്ല, നമുക്കറിയാം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന് അത്രയേറെ പ്രാധാന്യം ഉണ്ടെന്നുള്ളത് നമുക്ക് ഓൾറെഡി മനസ്സിലായി അല്ലേ. ഓക്കെ, അപ്പോ ഇത്തരത്തില് ഒരു ഓർഗനൈസേഷന്റെ വർക്ക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സ് ആണ് അല്ലെ. ഓക്കെ, അവരെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന ചില റൂൾസ്, പ്രൊസീജിയേഴ്സ്, അതുപോലെ പോളിസികള്, മറ്റു പ്രാക്ടീസസ് എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു വളരെ വിപുലമായിട്ടുള്ള ഒരു ഗൈഡ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹ്യൂമൻ റിസോഴ്സ് മാനുവൽ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് മാനുവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഓർഗനൈസേഷന്റെ വർക്ക് ഫോഴ്സിനെ എന്ന് പറഞ്ഞാൽ ആ ഒരു ഓർഗനൈസേഷന്റെ ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പോളിസികളും അതുപോലെ തന്നെ പ്രൊസീജിയറുകളും റൂൾസ് ആൻഡ് റെഗുലേഷൻസും എല്ലാം ഉൾപ്പെടുന്ന വളരെ വിപുലമായിട്ടുള്ള ഒരു ഗൈഡാണ് എന്ത്? ഹ്യൂമൻ റിസോഴ്സ് മാനുവൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഒരു റെഫറൻസ് ഗൈഡ് ആയിട്ട് നമുക്ക് എന്തിനു ഉപയോഗിക്കാം? ഹ്യൂമൻ റിസോഴ്സ് മാനുവലിനെ ഉപയോഗിക്കാം. ഓക്കെ, ക്ലിയർ ആയല്ലോ? അത്രയേ ഉള്ളൂ. ഹ്യൂമൻ റിസോഴ്സ് മാനുവൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കോംപ്രിഹെൻസീവ് ഗൈഡ്. അത് വളരെ വിപുലമായിട്ടുള്ള ഒരു ഗൈഡാണ്. ആ ഗൈഡിനകത്ത് എന്താണ് പറയുന്നത്? ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ പോളിസികളും പ്രൊസീജിയറുകളും റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഗൈഡാണ് അത്. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, നമുക്ക് വായിക്കാം. ഹ്യൂമൻ റിസോഴ്സസ് മാനുവൽ വിച്ച് ഈസ് കൺസിഡേർഡ് ആസ് ദ ബേസ് ഡോക്യുമെന്റ്. കേട്ടോ, അതൊരു ബേസ് ഡോക്യുമെന്റ് ആയിട്ടാണ് കരുതുന്നത്. അതിനൊരു റെഫറൻസ് ഗൈഡ് ആയിട്ടാണ് നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുന്നത്. എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നത്? ഇറ്റ് വിൽ കണ്ടെയ്ൻ clear cut rules, regulations of all HR activities
ഇൻസൈഡ് ദ ഹോസ്പിറ്റൽ, അതായത് ആ ഒരു ഹോസ്പിറ്റലിനകത്തുള്ള എല്ലാ ഹ്യൂമൻ റിസോഴ്സ് ആക്ടിവിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട റൂൾസും റെഗുലേഷൻസും പോളിസികളും പ്രൊസീജിയറുകളും എല്ലാം അടങ്ങുന്ന ഒരു ഗൈഡാണ് എന്ത് ഹ്യൂമൻ റിസോഴ്സ് മാനുവൽ എന്ന് പറയുന്നത്. വിച്ച് ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ആസ് ഫോളോസ്. അപ്പൊ ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനുവൽ എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ ഗൈഡ് അല്ല, വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ഗൈഡാണ്. ഓക്കെ, അതിനകത്ത് ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പൊ ഒരു മാനുവൽ എന്ന് പറയുന്ന ഒരു ഗൈഡ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കാം? അതാണ് അവിടെ ഇൻഡെക്സ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ? അപ്പൊ അതിനകത്ത് ഏകദേശം ഒരു 10-34ഓളം കണ്ടന്റുകൾ ഈ ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനുവലിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. എന്തൊക്കെയാണ് ആ കണ്ടന്റുകൾ എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കാം. എന്താണെന്നൊന്നും ചോദിക്കില്ല, പക്ഷെ എങ്കിലും നിങ്ങൾ എന്താണെന്നുള്ളത് ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാകണം കേട്ടോ. ഫസ്റ്റ് വൺ ഇൻഡെക്സിൽ എന്താ ആദ്യം എന്തായിരിക്കും ഉണ്ടായിരിക്കുക? ഇൻട്രൊഡക്ഷൻ. ഇപ്പൊ നമ്മൾ ഏതൊരു ടെക്സ്റ്റ് ബുക്ക് എടുത്താലും എന്തായിരിക്കും അതിനൊരു ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കും. അതുപോലെ HR മാനുവലിന് എന്തുണ്ട്? ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ആമുഖമാണ് അല്ലെ. അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക? an overview and പർപ്പസ് ഓഫ് HR മാനേജ്മെന്റ് അല്ലെ. ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനെ പറ്റിയിട്ടുള്ള ഒരു അവലോകനം, ഒരു ഓവർവ്യൂ. അതുപോലെ തന്നെ ഇറ്റ്സ് പർപ്പസ് അല്ലെ, അത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ പർപ്പസ് എന്താണ്, ഉദ്ദേശം എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊരു ചെറിയൊരു സമ്മറി പോലെയായിരിക്കും ഇതിനകത്ത് രേഖപ്പെടുത്തുന്നത്, ഇൻട്രൊഡക്ഷനകത്ത് രേഖപ്പെടുത്തുന്നത്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ദിസ് ആൻ ഓവർവ്യൂ ആൻഡ് പർപ്പസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഓക്കെ, രണ്ടാമത്തെ എന്താണ്? എയിംസ് ഓഫ് HR അല്ലെ. എയിംസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ്, അതായത് ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ്. ഒരു ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് അല്ലെ, അവരുടെ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ എന്താണ് അവരുടെ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ആയിരിക്കും. അതിനെ പറ്റിയുള്ള സ്റ്റേറ്റ്മെന്റുകളായിരിക്കും ഇവിടെ രേഖപ്പെടുത്തുന്നത് എയിംസ് ഓഫ് HR എന്നടുത്ത് രേഖപ്പെടുത്തുന്നത്. ഓക്കെ, മൂന്നാമത്തെ എന്താണ്? വിഷൻ ആൻഡ് മിഷൻ ആണ്. വിഷൻ ആൻഡ് മിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഗനൈസേഷൻ ഓവറോൾ വിഷൻ ആണ് അല്ലെ, ഓവറോൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് എൻ ഓർഗനൈസേഷൻ. അതായത് നമ്മുടെ ഓർഗനൈസേഷൻ ഏതാണ്? ഹോസ്പിറ്റൽ ആണ് അല്ലെ. ആ ഒരു ഹോസ്പിറ്റലിന്റെ ഓവറോൾ ആയിട്ടുള്ള അവരുടെ വിഷൻ എന്താണ്, അവരുടെ മിഷൻ, ദാറ്റ് മീൻസ് അവരുടെ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ആയിരിക്കും. അതിനെ പറ്റിയുള്ള കാര്യങ്ങളായിരിക്കും അവിടെ രേഖപ്പെടുത്തുന്നത്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? പിന്നെ നാലാമത്തെ എന്താണ്? ക്വാളിറ്റി പോളിസി അല്ലെ. ക്വാളിറ്റി പോളിസി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? അതായത് ആ ഒരു ഓർഗനൈസേഷൻ കൊടുക്കുന്ന സേവനങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നത് സംബന്ധിക്കുന്ന കാര്യങ്ങളായിരിക്കും അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും അല്ലെ. ഓർഗനൈസേഷൻ കമ്മിറ്റ്മെന്റ് ടു ദ ക്വാളിറ്റി സർവീസസ് ആൻഡ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. അതായത് നമ്മുടെ ഹോസ്പിറ്റല് അവർ കൊടുക്കുന്ന സേവനങ്ങള്, അതുപോലെ പേഷ്യന്റിന്റെ സംതൃപ്തി, അതുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ കമ്മിറ്റ്മെന്റ്, ആ ഒരു ഹോസ്പിറ്റലിന്റെ ആ ഒരു പ്രതിജ്ഞാബദ്ധത എന്നൊക്കെ പറയില്ലേ, കമ്മിറ്റ്മെന്റ്, അതിനെ പറ്റിയുള്ള കാര്യങ്ങളായിരിക്കും ഏതിനകത്ത് രേഖപ്പെടുത്തുക? ക്വാളിറ്റി പോളിസിക്കകത്ത് രേഖപ്പെടുത്തുന്നുണ്ടാവാം. ഓക്കെ, പിന്നെ എന്തായിരിക്കും? സർട്ടിഫിക്കേഷൻസ്. നമുക്കറിയാം സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് ഇസ് ദ ലിസ്റ്റ് ഓഫ് സർട്ടിഫിക്കേഷൻസ് ദാറ്റ് ഈസ് ഹെൽഡ് ബൈ ദ ഓർഗനൈസേഷൻ ഓർ എംപ്ലോയീസ് അല്ലെ. ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന എംപ്ലോയർമാർ അല്ലെ, തൊഴിലുടമകൾ, അവരൊക്കെ എന്താണ് കൊടുക്കുന്ന സർട്ടിഫിക്കേഷൻസുമായിട്ട് ബന്ധപ്പെട്ട വിശദാംശങ്ങളായിരിക്കും അതിനകത്ത് രേഖപ്പെടുത്തുന്നുണ്ടാവാം. ഓക്കെ, ക്ലിയർ ആയോ പറയുന്നത്? ഇൻട്രൊഡക്ഷനകത്ത് ഒരു ഓവർവ്യൂ ആൻഡ് പർപ്പസ് ഓഫ് HR മാനേജ്മെന്റിനെ പറ്റിയിട്ടുള്ള ഒരു അവലോകനം അല്ലെങ്കിൽ അതിന്റെ ഒരു പർപ്പസ് ഒക്കെ രേഖപ്പെടുത്തും. എയിംസ് ഓഫ് HR എന്ന് പറയുന്നത് എന്താണ്? ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ HR ഡിപ്പാർട്ട്മെന്റ്. വിഷൻ ആൻഡ് മിഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഓവറോൾ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് എൻ ഓർഗനൈസേഷൻ അല്ലെ. ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള അവരുടെ മിഷൻസ് ആയിരിക്കും അതിനകത്ത് രേഖപ്പെടുത്തുക. ക്വാളിറ്റി പോളിസി എന്ന് പറയുന്നതായിരിക്കും? ഇറ്റ് ഈസ് ദ കമ്മിറ്റ്മെന്റ് ഓഫ് എ ഹോസ്പിറ്റൽ അല്ലെ ഫോർ പ്രൊവൈഡിംഗ് ദ ക്വാളിറ്റി സർവീസസ് ആൻഡ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. ക്വാളിറ്റി സർവീസസും പേഷ്യന്റിന്റെ സംതൃപ്തിയും ഉറപ്പുവരുത്തുന്നതിനുള്ള ആ ഒരു ഹോസ്പിറ്റലിന്റെ കമ്മിറ്റ്മെന്റ്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ക്വാളിറ്റി പോളിസിക്കകത്ത് രേഖപ്പെടുത്തുന്നത്. സർട്ടിഫിക്കേഷൻസ് എന്ന് പറയുന്നതായിരിക്കും? ഇറ്റ് ഈസ് ദ ലിസ്റ്റ് ഓഫ് സർട്ടിഫിക്കേഷൻ ദാറ്റ് ഈസ് ഹെൽഡ് ബൈ ദ ഓർഗനൈസേഷൻ ഓർ എംപ്ലോയീസ്, തൊഴിലുടമകള് അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ് അവർ കൊടുക്കുന്ന സർട്ടിഫിക്കേഷൻസുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളായിരിക്കും അതിനകത്ത് രേഖപ്പെടുത്തുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അടുത്തത് എന്താണ്? അഷുറൻസ് അല്ലെ. അഷുറൻസ് നമ്മൾ ഓൾറെഡി ഡിപ്ലോമയിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. ക്വാളിറ്റി അഷുറൻസ്, NABH, ക്വാളിറ്റി മാനേജ്മെന്റ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ.
അപ്പൊ എന്തായിരിക്കും? ക്വാളിറ്റി അഷ്വറൻസ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആയിരിക്കും. ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട ചില പോളിസികള്, പ്രൊസീജിയറുകള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ അഷ്വറൻസിനകത്ത് രേഖപ്പെടുത്തുന്നത് അല്ലെ? ഓക്കെ, അടുത്തത് എന്താണ്? ഇന്റന്റ് ഫോർ ദ ടാലന്റ് അക്വിസിഷൻ. എന്താണ് ഇന്റന്റ് ഫോർ ദ ടാലന്റ് അക്വിസിഷൻ? ഇന്റന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിക്വസ്റ്റ് ആണ് അല്ലെ? ഇന്റന്റ് നിങ്ങൾ ഫാർമസി പഠിച്ചപ്പോ ഇന്റന്റ് ഓഫ് ഡ്രഗ്സ് എന്ന് പറഞ്ഞ് പഠിച്ചത് ഓർമ്മയില്ലേ? അതെന്താണ്? റിക്വസ്റ്റ് ആണ് അല്ലെ? നമ്മളൊരു ഡ്രഗ്സ് സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി ഒരു റിക്വസ്റ്റ് കൊടുക്കുന്നതിനല്ലേ നമ്മൾ ഇന്റന്റ് എന്ന് പറയാം. അത് തന്നെയാണ് ഇവിടെ അർത്ഥം. ഇന്റന്റ് ഫോർ ടാലന്റ് അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റിക്വസ്റ്റ് ഫോർ ദ ഹയറിംഗ് ന്യൂ എംപ്ലോയീസ് അല്ലെ? പുതിയ എംപ്ലോയീസിനെ ഹയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൊടുക്കുകയാണ്? റിക്വസ്റ്റ് കൊടുക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതാണ് ഇന്റന്റ് ഫോർ ദ ടാലന്റ് അക്വിസിഷൻ. ടാലന്റ് അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പുതിയ എംപ്ലോയീസ് അല്ലെ? നമ്മൾ ഈ പറയുന്ന ആ ഒരു പ്രത്യേക റോള് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പുതിയ എംപ്ലോയീസിനെ, ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള ആ ഒരു റോളിലേക്ക് ഏറ്റവും അനുയോജ്യനായിട്ടുള്ള, ടാലന്റഡ് ആയിട്ടുള്ള, സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ നമുക്ക് ഹയർ ചെയ്യണം, തിരഞ്ഞെടുക്കണം അല്ലെ? അതിന് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളാണ്. അതാണ് ഇന്റന്റ് ഫോർ ടാലന്റ് അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റിക്വസ്റ്റ് ഫോർ ഹയറിംഗ് ന്യൂ എംപ്ലോയീസ്. ഓക്കെ, ക്ലിയർ ആയോ? അടുത്തെന്താണ്? എട്ടാമത്തെ, ആപ്ലിക്കേഷൻ ഫോം ഫോർ ഇൻഡക്ഷൻ. ആപ്ലിക്കേഷൻ ഫോം ഫോർ ഇൻഡക്ഷൻ, ദാറ്റ് മീൻസ് എന്താണ്? ദ ഫോം ടു ബി ഫിൽഡ് അല്ലെ? ഫിൽഡ് ബൈ ദ കാൻഡിഡേറ്റ്സ് ഡ്യൂറിംഗ് ദ ഇൻഡക്ഷൻ പ്രോസസ്. ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു ഓർഗനൈസേഷനിലോട്ട് നമ്മളൊരു പുതിയൊരു എംപ്ലോയ്മെന്റിനെ ചേർക്കുകയാണ് അല്ലെ? അതിനെയാണ് നമ്മൾ ഇൻഡക്ഷൻ എന്ന് പറയാം കേട്ടോ. ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻട്രൊഡ്യൂസിങ് ദ ന്യൂ എംപ്ലോയീസ് ടു എൻ ഓർഗനൈസേഷൻ. നമ്മളൊരു പുതിയ ആളുകളെ, പുതിയ എംപ്ലോയീസിനെ നമ്മളൊരു ഓർഗനൈസേഷനിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. നമ്മളൊരു പുതിയൊരു ടീമിലേക്ക് നമ്മൾ അവരെ ചേർക്കുകയാണ്. അതിനെയാണ് നമ്മൾ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോ അപ്ലിക്കേഷൻ ഫോം ഫോർ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഫോം ഫോർ ന്യൂ എംപ്ലോയീസ്. പുതിയ എംപ്ലോയീസിന് നമ്മൾ കൊടുക്കുന്ന ഫോം ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഫിൽഡ് ഔട്ട് ഡ്യൂറിംഗ് ദി ഇൻഡക്ഷൻ പ്രോസസ്. അവരൊരു പുതിയ ഓർഗനൈസേഷനിലേക്ക് കയറുന്ന സമയത്ത് അവർ ഫില്ല് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ഫോം ആണ് കേട്ടോ. ഓക്കെ, അപ്ലിക്കേഷൻ ഫോം ഫോർ ഇൻഡക്ഷൻ. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്? ഇന്റർവ്യൂ അസസ്മെന്റ് ഫോം അല്ലെ? ഇന്റർവ്യൂ അസസ്മെന്റ് ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഫോം that is used to evaluate the evaluate the interview process അല്ലെ? അതായത് ഇവാലുവേറ്റ് കാൻഡിഡേറ്റ്സ് ഡ്യൂറിംഗ് ദ ഇന്റർവ്യൂ സമയത്ത് അവിടെ വരുന്ന കാൻഡിഡേറ്റിനെ ഇവാലുവേറ്റ് ചെയ്യാൻ, അസസ് ചെയ്യാൻ, വിലയിരുത്തുന്നതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫോമുകൾ. ഓക്കെ, ആണെന്ത്? ഇന്റർവ്യൂ അസസ്മെന്റ് ഫോം എന്ന് പറയും അല്ലെ? ഇറ്റ് ഈസ് ദ ഫോം ദാറ്റ് ഈസ് യൂസ്ഡ് ടു ഇവാലുവേറ്റ് ദ കാൻഡിഡേറ്റ് ഡ്യൂറിംഗ് ദ ഇന്റർവ്യൂ പ്രോസസ് അല്ലെ? അത് ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് അവരെ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫോമുകൾ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇന്റർവ്യൂ അസസ്മെന്റ് ഫോം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? നിങ്ങൾക്ക് നിങ്ങളുടേതായ മലയാളത്തിൽ എഴുതി വെച്ചാൽ മതിയിട്ട് എന്താണെന്ന് ഒരു ഐഡിയ ഉണ്ടായാൽ മതി. പിന്നെ അടുത്ത എന്താണ്? ചെക്ക് ലിസ്റ്റ് ഫോർ ദ സർട്ടിഫിക്കറ്റ്സ് അല്ലെ? ചെക്ക് ലിസ്റ്റ് ഫോർ ദ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് ഇസ് ദ ലിസ്റ്റ് ഓഫ് സർട്ടിഫിക്കറ്റ്സ് ആണ് ഫോർ എൻ എംപ്ലോയ്മെന്റ് ഓർ അതർ പർപ്പസ്. നമ്മളിപ്പോ ഒരു ജോലിക്ക് പോകുന്ന സമയത്ത് നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് കാണിക്കുന്ന സർട്ടിഫിക്കറ്റ്സ് ആയിട്ടല്ലേ നമ്മൾ പോവാം. ഓരോ ജോലിക്കും അതിൻ്റെതായ ക്വാളിഫിക്കേഷൻ, അതിൻ്റെതായ സർട്ടിഫിക്കറ്റ്സും ആവശ്യമാണ് അല്ലെ? അപ്പൊ ചെക്ക് ലിസ്റ്റ് ഫോർ സർട്ടിഫിക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ലിസ്റ്റ് ഓഫ് സർട്ടിഫിക്കറ്റ്സ് ഫോർ എൻ എംപ്ലോയ്മെന്റ്. ജോലിക്ക് വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ, ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകളുടെ ലിസ്റ്റുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ, അതാണ് അവിടെ രേഖപ്പെടുത്തുന്നത്. പിന്നെ അടുത്തത് എന്താണ്? പാനൽ ഓഫ് ഇന്റർവ്യൂ ബോർഡ്. പാനൽ ഓഫ് ഇന്റർവ്യൂ ബോർഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇന്റർവ്യൂ പാനൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് ഇസ് ദ ലിസ്റ്റ് ഓഫ് പീപ്പിൾ ഹു വിൽ കണ്ടക്ട് ദ ഇന്റർവ്യൂ അല്ലെ? ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാൻ പോകുന്ന ആളുകളുടെ ഒരു ലിസ്റ്റ് അല്ലെ? അതാണ് എന്ത്? പാനൽ ഓഫ് ഇന്റർവ്യൂ ബോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടായിരിക്കും. പിന്നെന്താണ്? ഓഫർ ഓഫ് അപ്പോയിന്റ്മെന്റ്. ഓഫർ ഓഫ് അപ്പോയിന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ഫോർമൽ ഓഫർ ഓഫ് എൻ അപ്പോയിന്റ്മെന്റ് അല്ലെ? ഇറ്റ് ഈസ് എ ഫോർമൽ ഓഫർ ഓഫ് അപ്പോയിന്റ്മെന്റ് ടു എ കാൻഡിഡേറ്റ്. നമ്മളൊരു കാൻഡിഡേറ്റിന് അപ്പോയിന്റ്മെന്റിന് കൊടുക്കുന്ന ഒരു ഫോർമൽ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ഓഫർ ആണ് അല്ലെ? ഓഫർ ഓഫ് അപ്പോയിന്റ്മെന്റ് അല്ലെ? അതും ഒരു ഫോർമൽ ഓഫർ ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ജോലിക്ക് വേണ്ടിയിട്ടുള്ള അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്നതുമായ ഒരു ഫോർമൽ ഓഫർ ആണ് അല്ലെ? ഓക്കെ, പിന്നെന്താണ്? അപ്പോയിന്റ്മെന്റ് ഓർഡർ. അപ്പോയിന്റ്മെന്റ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതൊരു കൺഫേമിംഗ്, ഇറ്റ് ഇസ് എ ഡോക്യുമെന്റ് ദാറ്റ് കൺഫേമിംഗ് ദ അപ്പോയിന്റ്മെന്റ് ഓഫ് എ കാൻഡിഡേറ്റ് അല്ലെ? അപ്പോയിന്റ്മെന്റ് ഓഫ് എ എംപ്ലോയി. ഒരു എംപ്ലോയിയുടെ അപ്പോയിന്റ്മെന്റ് ഉറപ്പിക്കുന്നത്, കൺഫേം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഓർഡർ ആണ് അല്ലെ? അപ്പോയിന്റ്മെന്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ക്ലിയർ. അടുത്തത് എന്താണ്?
ജോയിനിങ് ഓർഡർ. ജോയിനിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ജോയിനിങ് ഓർഡർ ഇറ്റ് ഇസ് എ ഡോക്യുമെന്റ് ദാറ്റ് എന്തായിരിക്കും? ദാറ്റ് ഡീറ്റെയിലിംഗ് ദ ജോയിനിങ് ഡേറ്റ് ഓഫ് എൻ എംപ്ലോയി, അല്ലെ? ആ ഒരു എംപ്ലോയി ആ ഒരു ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്യുന്ന ഡേറ്റ്, അതിനെ പറ്റിയുള്ള കാര്യങ്ങളായിരിക്കും അതിൽ രേഖപ്പെടുത്തുന്നത്. ജോയിനിങ് ഓർഡർ ആണ്, അല്ലെ? ഇറ്റ്സ് എ ഡോക്യുമെന്റ് ദാറ്റ് ഡീറ്റെയിലിംഗ് ദ ജോയിനിങ് ഓർഡർ, ജോയിനിങ് ഡേറ്റ് ഓഫ് എൻ എംപ്ലോയി. ആ ഒരു എംപ്ലോയി ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്യുന്ന ആ ഒരു ഡേറ്റ്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും ജോയിനിങ് ഓർഡർ, അല്ലെ? ഓക്കെ. പിന്നെന്താണ്? ജോബ് ഡിസ്ക്രിപ്ഷൻ. ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് ഈസ് ദ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ജോബ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എൻ എംപ്ലോയി. ആ ഒരു എംപ്ലോയിയുടെ അവരുടെ ജോലി, അല്ലെ? അവരുടെ ജോബ്, അവരുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങള്, അതിനെ പറ്റിയിട്ടുള്ള വിശദാംശങ്ങളായിരിക്കും ഇതിനകത്ത് രേഖപ്പെടുത്തുന്നത്, ജോബ് ഡിസ്ക്രിപ്ഷൻ അകത്ത് രേഖപ്പെടുത്തുന്നത്. ഓക്കെ. പിന്നെ അതെന്താണ്? ജോബ് കൺഫർമേഷൻ ലെറ്റർ. ജോബ് കൺഫർമേഷൻ ലെറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് ദ ലെറ്റർ ഫോർ കൺഫേമിംഗ് എൻ എംപ്ലോയീസ് അപ്പോയിന്റ്മെന്റ്, അല്ലെ? ആ ഒരു എന്താ പറയാ, ആ ഒരു എംപ്ലോയിയുടെ ജോലി കൺഫേം ചെയ്യുന്നതുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് അവർക്ക് കൊടുക്കുന്ന ലെറ്റർ. ഓക്കെ, അത്രയേ ഉള്ളൂ. പിന്നെന്താണ്? ഇൻസിഡന്റ് റിപ്പോർട്ടിംഗ് ഓർ ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറി ഫോം, അല്ലെ? ഇൻസിഡന്റ് റിപ്പോർട്ടിംഗ് ഓർ ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറി ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? The form that is used to report the incidents. ഹോസ്പിറ്റലിൽ നടക്കുന്ന ഇൻസിഡൻസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഫോമുകള്. അതുപോലെ തന്നെ എന്താണ്? കണ്ടക്ടിംഗ് ദ ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറീസ്, ഡിപ്പാർട്ട്മെന്റിന്റെ എൻക്വയറീസ്, ഡിപ്പാർട്ട്മെന്റൽ അന്വേഷണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഫോമുകൾ, അല്ലെ? അന്വേഷണങ്ങൾ നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഫോമുകൾ. ഇതൊക്കെയാണ് നമ്മൾ HR മാനുവലിനകത്ത് ഉൾപ്പെടുത്തുന്നത് കേട്ടോ. ഇൻസിഡന്റ് റിപ്പോർട്ടിംഗ് ആൻഡ് ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറി ഫോം. പിന്നെന്താണ്? HR അപ്രൈസൽ. HR അപ്രൈസൽ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? അതൊരു പ്രോസസ് ആണ്, അല്ലെ? പ്രോസസ് ഫോർ ഇവാലുവേറ്റിംഗ് ദ എംപ്ലോയീസ് പെർഫോമൻസ്. ഓരോ ആളുകളും, ഓരോ എംപ്ലോയീസിന്റെ പെർഫോമൻസ്, അവരുടെ പ്രകടനം ഇവാലുവേറ്റ് ചെയ്യുന്നതിനായിട്ടുള്ള ഒരു പ്രോസസ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? HR അപ്രൈസൽ എന്ന് പറയുന്നത്, അല്ലെ? അവരുടെ പെർഫോമൻസ്, ഓരോ എംപ്ലോയീസ് അവിടെ എത്രത്തോളം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നതിനായിട്ടുള്ള ഒരു പ്രോസസ്. അതിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് HR അപ്രൈസലിനകത്ത് രേഖപ്പെടുത്തുന്നത്. ഓക്കെ. പിന്നെ അടുത്തത് എന്താണ്? പ്രൊബേഷൻ എക്സ്റ്റൻഷൻ ഫോം. പ്രൊബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രെയിനിങ് പീരീഡ് ആണ്, അല്ലെ? ആദ്യം തന്നെ എംപ്ലോയീസിനെ എടുത്തു കഴിഞ്ഞാൽ ഹയർ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അവര് ജോലിക്ക് കയറ്റാണോ? അല്ല, അവരാദ്യം ഒരു ട്രെയിനിങ് കൊടുക്കും, അല്ലെ? ഒരു പ്രൊബേഷണറി പീരീഡ് ഉണ്ടാവും. അതിനുശേഷമാണ് അവരെന്ത് ചെയ്യുന്നത്? ആ ജോലി അവര് കൃത്യമായിട്ട് ഒരു ചെയ്ത് തുടങ്ങുന്നത്, അല്ലെ? ഓക്കെ. അപ്പൊ അതിന് മുമ്പ് അവർക്ക് ട്രെയിനിങ് കൊടുക്കണം, അല്ലെ? ഒരു പ്രൊബേഷണറി പീരീഡ് ഉണ്ടാവും. സോ പ്രൊബേഷൻ എക്സ്റ്റൻഷൻ ഫോം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് ഈസ് ദ ഫോം that is used to extend the probationary period of an employee. എംപ്ലോയിയുടെ പരിശീലന കാലയളവ്, അവരുടെ പ്രൊബേഷണറി പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഫോമാണ്. അതാണ് ഇത് പ്രൊബേഷൻ എക്സ്റ്റൻഷൻ ഫോം. ഇത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഹ്യൂമൻ റിസോഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഓക്കെ. പിന്നെന്താണ്? ലെറ്റർ ഓഫ് അപ്രീസിയേഷൻ. ലെറ്റർ ഓഫ് അപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് ഈസ് എ ലെറ്റർ ദാറ്റ് എക്സ്പ്രസിംഗ് ദ അപ്രീസിയേഷൻ ഓഫ് എംപ്ലോയീസ് സർവീസ്. എംപ്ലോയീസ് കൊടുക്കുന്ന സേവനങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട്, അഭിനന്ദിച്ചുകൊണ്ട്, അപ്രീസിയേഷനെ എക്സ്പ്രസ് ചെയ്തുകൊണ്ട് കൊടുക്കുന്ന ലെറ്റേഴ്സ്. നല്ല എന്താ പറയാ, നല്ല വർക്കേഴ്സ് ആണെങ്കിൽ, അത് നല്ല സർവീസ് ഒക്കെ ചെയ്യുന്ന ആളുകളെ നമ്മൾ എന്ത് ചെയ്യണം? അപ്രീഷിയേറ്റ് ചെയ്യണം, അല്ലെ? അവർ അഭിനന്ദിക്കണം. അപ്പൊ അതിന്റെ അപ്രൈസൽ, ദാറ്റ് മീൻസ് അവരുടെ എന്താ പറയുക, അപ്രീസിയേഷൻ അറിയിച്ചുകൊണ്ടുള്ള ലെറ്ററുകൾ. ഓക്കെ. അപ്പൊ അതിനൊക്കെ അതിൻ്റെതായ ചില ഫോർമാറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഈ പറയുന്ന HR മാനുവലിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താണ് വരുന്നത്? സാലറി ഇൻക്രിമെന്റ് ഫോം. സാലറി ഇൻക്രിമെന്റ് ഫോം എന്താണ്? ഇറ്റ് ഇസ് എ ഫോം ഫോർ റിക്വസ്റ്റ് ആണ്, അല്ലെ? ഇറ്റ് ഇസ് ദ ഫോം ഫോർ റിക്വസ്റ്റിംഗ് ദ സാലറി ഇൻക്രിമെന്റ്. സാലറി കൂട്ടുന്ന അല്ലെങ്കിൽ സാലറി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു റിക്വസിഷൻ ഫോം ആണ്, അല്ലെ? സാലറി ഇൻക്രിമെന്റ് ഫോം. പിന്നെ അടുത്തത് എന്താണ്? ലീവ് കാർഡ്. ലീവ് കാർഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് ഇസ് എ റെക്കോർഡ് ഓഫ് ട്രാക്കിംഗ് ദ എംപ്ലോയീസ് ലീവ്, അല്ലെ? എംപ്ലോയീസ് ലീവ് എടുക്കുമ്പോൾ അവരുടെ ലീവുകൾ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു റെക്കോർഡ് അല്ലെങ്കിൽ ഒരു കാർഡ് അല്ലെങ്കിൽ എന്താ പറയുക, ഡോക്യുമെന്റ് ആണ് ഇത് ലീവ് കാർഡ്. ഒരു ഓർഗനൈസേഷനിൽ ഒരുപാട് ആളുകൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരുടെ ലീവും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള റെക്കോർഡാണ് കേട്ടോ ലീവ് കാർഡ് എന്ന് പറയുന്നത്. പിന്നെ ലീവ് റൂൾസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദാറ്റ് റൂൾസ് ഗവേണിംഗ് ദ എംപ്ലോയീസ് ലീവ്. അതായത് എംപ്ലോയീസ് ലീവ് എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്, അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങളാണ് ലീവ് റൂൾസിനകത്ത് ഉൾപ്പെടുത്തുന്നത്. പിന്നെ
ട്രെയിനിങ് റെക്കോർഡ് എന്തായിരിക്കും? ഇറ്റ് ഈസ് ദ റെക്കോർഡ് ഓഫ് എംപ്ലോയീസ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് അല്ലെ. നമ്മൾ എംപ്ലോയീസിന് കൊടുക്കുന്ന ട്രെയിനിങ് അല്ലെങ്കിൽ അവരുടെ സ്കില്ലും നോളജും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള എല്ലാ വിവരങ്ങളും രേഖപ്പെടുത്തുന്ന റെക്കോർഡ് അതാണ് എന്ത്? ട്രെയിനിങ് റെക്കോർഡ്. ആദ്യം തന്നെ കയറുമ്പോൾ അവർക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കും അല്ലെ. അവരുടെ ട്രെയിനിങ് കൊടുക്കുന്നതും അവരുടെ സ്കില്ലും നോളജും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്ത് വെക്കും? രേഖപ്പെടുത്തി വെക്കും. അതാണ് എന്ത്? ട്രെയിനിങ് റെക്കോർഡ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് കമ്പനി പാസ്പോർട്ട് ആണ്. കമ്പനി പാസ്പോർട്ട് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് ദ ഡോക്യുമെന്റ് ഇഷ്യൂഡ് ടു ദ എംപ്ലോയീസ് ഫോർ ദ ഒഫീഷ്യൽ പർപ്പസ്. ഒരു ഓർഗനൈസേഷൻ അവിടുത്തെ എംപ്ലോയീസിന് ഇഷ്യൂ ചെയ്യുന്ന ഒന്നാണ് അല്ലെ പാസ്പോർട്ട് എന്ന് പറയുന്നത്. ഇതിന് വേണ്ടിയിട്ടാണ് ഫോർ ദ ഒഫീഷ്യൽ പർപ്പസ്. ഇപ്പൊ എന്തെങ്കിലും ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് അവിടുത്തെ എംപ്ലോയീസിന് വേണ്ടിയിട്ട് ആ ഒരു ഓർഗനൈസേഷൻ ഇഷ്യൂ ചെയ്യുന്ന ഒന്നാണ് എന്ത്? കമ്പനി പാസ്പോർട്ട്. ഓക്കെ. പിന്നെന്താണ്? ഓർഗനൈസേഷണൽ ചാർട്ട്. ഓർഗനൈസേഷണൽ ചാർട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് ഈസ് ദ വിഷ്വൽ റെപ്രസെന്റേഷൻ ഓഫ് ദാറ്റ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ അല്ലെ. ആ ഒരു ഓർഗനൈസേഷൻ ഹോസ്പിറ്റൽ ആണെങ്കിൽ ഹോസ്പിറ്റല്, ആ ഒരു ഹോസ്പിറ്റലിന്റെ എന്താണ് ഡിപ്പാർട്ട്മെന്റ്സ് അല്ലെങ്കിൽ അതിന്റെ ഒരു സ്ട്രക്ചറിനെ പറ്റിയിട്ടുള്ളൊരു വിഷ്വൽ റെപ്രസെന്റേഷൻ, അതാണ് എന്ത്? ഓർഗനൈസേഷണൽ ചാർട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. പിന്നെ വരുന്നത് എന്താണ്? നോ ഡ്യൂസ് ഫോം. നോ ഡ്യൂസ് ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ശരിക്കും പറഞ്ഞാൽ ദിസ് എ ഫോം ടു സർട്ടിഫൈ ദാറ്റ് ദ എംപ്ലോയി ഹാസ് നോ ഔട്ട്സ്റ്റാൻഡിംഗ് ഡ്യൂസ്. അതായത് എംപ്ലോയീസ് പ്രത്യേകിച്ച് ഡ്യൂസ് ഒന്നുമില്ല. ഇപ്പൊ ഒരു എംപ്ലോയി ഇപ്പൊ അവിടുത്തെ ജോലി മതിയാക്കി പോകുന്ന സമയത്ത് അവരെന്തെങ്കിലും പെൻഡിങ്ങോ എന്തെങ്കിലും ബില്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും നഷ്ടമോ അവർ വരുത്തിയിട്ടുണ്ടെങ്കിൽ അതൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തുന്നതിനായിട്ടുള്ളൊരു സർട്ടിഫിക്കേഷൻ ആണ് അല്ലെ. ദിസ് എ ഫോം to certify that the employee has no outstanding dues. എംപ്ലോയി വിട്ടുപോകുന്ന സമയത്ത് അതിലൊന്നും തന്നെ ഡ്യൂസ് ഒന്നും അവർ വരുത്തിയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിനുള്ള സർട്ടിഫൈ ചെയ്യുന്നതിനുള്ള ഫോമാണ് കേട്ടോ നോ ഡ്യൂസ് ഫോം എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെന്താണ്? അക്നോളജ്മെന്റ്. അക്നോളജ്മെന്റ് എന്തായിരിക്കും? ഇറ്റ് ഇസ് ദ ഡോക്യുമെന്റ് ദാറ്റ് കൺഫേമിംഗ് ദ അക്നോളജിങ് ദ റിസീപ്റ്റ് ഓഫ് സംതിങ്. നമ്മൾ എന്തെങ്കിലും സ്വീകരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അക്നോളജ്മെന്റ്, ഇതിന്റെ സാധനം നമ്മൾ സ്വീകരിച്ചു അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും എക്യുപ്മെന്റുകൾ വാങ്ങുമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സപ്ലൈസിൽ നിന്നൊക്കെ മരുന്നുകളോ മറ്റൊക്കെ വാങ്ങുകയാണെങ്കിൽ അതിന് നമ്മളൊരു അക്നോളജ്മെന്റ് കൊടുക്കും അല്ലെ. നമ്മളത് സ്വീകരിച്ചു, നമ്മളത് ആ ഒരു എന്താ പറയാ സ്വീകരിച്ചു എന്നതിനുള്ളൊരു അക്നോളജ്മെന്റ് ആണ് അല്ലെ. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള്. പിന്നെന്താണ്? ഹാൻഡ് ഓവർ നോട്ട്. ഹാൻഡ് ഓവർ നോട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് ഈസ് ദ ഡീറ്റെയിൽസ് ഓഫ് ട്രാൻസ്ഫറിംഗ് ദ റെസ്പോൺസിബിലിറ്റി അല്ലെ. ഹാൻഡ് ഓവർ ഓഫ് റെസ്പോൺസിബിലിറ്റി. നമ്മളിപ്പോ ഒരു റെസ്പോൺസിബിലിറ്റി ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരാളിലേക്ക് കൈമാറുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും ഹാൻഡ് ഓവർ നോട്ട്. എംപ്ലോയീസ് ആണെങ്കിലും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവരെ മറ്റു പല ഡിപ്പാർട്ട്മെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. നിലവിൽ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലോട്ട് പോകുമ്പോൾ അവരുടെ റെസ്പോൺസിബിലിറ്റി എന്ത് ചെയ്യേണ്ടി വരും? ഹാൻഡ് ഓവർ ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. പുതുതായിട്ട് വരുന്ന ആളുകൾക്ക് ഹാൻഡ് ഓവർ ചെയ്തു കൊടുക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ ഇറ്റ് ഇസ് എ ഡോക്യുമെന്റ് ദാറ്റ് ഡീറ്റെയിലിംഗ് ദ ഹാൻഡ് ഓവർ റെസ്പോൺസിബിലിറ്റീസ് കേട്ടോ. റെസ്പോൺസിബിലിറ്റീസ് പരസ്പരം ഹാൻഡ് ഓവർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള് അങ്ങനെയുള്ളതൊക്കെയാണ് ഹാൻഡ് ഓവർ നോട്ടിനകത്ത് രേഖപ്പെടുത്തുന്നത്. പിന്നെന്താണ്? എക്സിറ്റ് ഇന്റർവ്യൂ. എക്സിറ്റ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ജോലി മതിയാക്കി പോകുന്ന സമയത്തുള്ള കാര്യമാണ് എക്സിറ്റ് ആവുകയാണ് അല്ലെ. അതായത് നമ്മൾ ടെർമിനേറ്റ് ചെയ്തൊക്കെ പോകില്ലേ. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ദ ഇൻഫർമേഷൻ ഓർ ഫീഡ്ബാക്ക് ഗാതേർഡ് ഫ്രം ദ എംപ്ലോയീസ് കേട്ടോ. എപ്പോഴാണ് ഗാതേർഡ്? അതായത് ഇറ്റ് ഈസ് ദ ഫീഡ്ബാക്ക് കളക്ടിങ് ഫ്രം ദ ഡിപ്പാർട്ടിംഗ് എംപ്ലോയീസ്. ഡിപ്പാർട്ടിംഗ് എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സിറ്റ് അടിച്ചു പോകുന്ന എംപ്ലോയീസ്, ജോലി മതിയാക്കി പോകുന്ന എംപ്ലോയീസിൽ നിന്നും നമ്മൾ കളക്ട് ചെയ്യുന്ന ആ ഒരു ഫീഡ്ബാക്ക് ഇൻഫർമേഷൻ ഉണ്ടല്ലോ, അത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് എക്സിറ്റ് ഇന്റർവ്യൂവിനകത്ത് രേഖപ്പെടുത്തുന്നത് കേട്ടോ. ഇറ്റ് ഈസ് ദ ഇൻഫർമേഷൻ ഓർ ഫീഡ്ബാക്ക്. ഓക്കെ. ഫീഡ്ബാക്ക് ദാറ്റ് ഈസ് ഗാതേർഡ് ഫ്രം ദ ഡിപ്പാർട്ടിംഗ് എംപ്ലോയീസ്. വിട്ടുപോകുന്ന എംപ്ലോയീസ്, ജോലി മതിയാക്കി പോകുന്ന എംപ്ലോയീസിൽ നിന്നും നമ്മൾ കളക്ട് ചെയ്യുന്ന ആ ഒരു ഫീഡ്ബാക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് എക്സിറ്റ് ഇന്റർവ്യൂവിനകത്ത് രേഖപ്പെടുത്തുന്നത് കേട്ടോ. ഓക്കെ. അടുത്തത് എന്താണ്? സ്റ്റാൻഡേർഡ് ക്വസ്റ്റിനെയേഴ്സ്. സ്റ്റാൻഡേർഡ് ക്വസ്റ്റിനെയേഴ്സ് എന്തായിരിക്കും? ഇറ്റ് ഈസ് എ പ്രീ ഡിസൈൻഡ് ക്വസ്റ്റ്യൻസ് അല്ലെ. മുൻകൂട്ടി നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള ചില സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ അറ്റൻഡിങ് ഇന്റർവ്യൂ അല്ലെ. ഇപ്പൊ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി പ്രീ ഡിസൈൻഡ് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസുകൾ, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രീ ഡിസൈൻ ചെയ്തു വെക്കും അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങളാണ് സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസിനകത്ത് ഉൾപ്പെടുത്തുന്നത്. പിന്നെ അടുത്തത് എന്താണ്? മിസലേനിയസ് ഫോംസ്. മിസലേനിയസ് ഫോം എന്ന് പറയുമ്പോൾ ഇതിൽ പറയാത്ത മറ്റു പല ഫോംസുകൾ. മറ്റു പല ഫോംസ് എന്ന് പറയുമ്പോൾ ആ ഒരു എംപ്ലോയ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട
പല പല ഫോമുകൾ ഉണ്ടായിരിക്കും. ഇപ്പൊ ലീവ് ആപ്ലിക്കേഷൻ ഫോമുകളായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോ എംപ്ലോയീസിന്റെ പെർഫോമൻസ് അല്ലെങ്കിൽ എംപ്ലോയീസിന്റെ ലീവ് ഫോമുകളായിരിക്കാം, അല്ലെ? അങ്ങനെ പലതും ആവാം. ഒഫീഷ്യൽ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട മറ്റു പല ഫോമുകളുണ്ട് കേട്ടോ. ഓക്കെ, ഇതിൽ പറയാത്ത മറ്റു പല ഫോമുകളുണ്ട്. പിന്നെ എന്താണ് ജനറൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ്. ജനറൽ ടേംസ് ആൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആ ഒരു ഓർഗനൈസേഷന്റെ എംപ്ലോയ്മെന്റ് റിലേഷൻഷിപ്പ്, അല്ലെ? അതായത് എംപ്ലോയറും എംപ്ലോയീസും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഈ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിനകത്ത് ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, ജനറൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്ന് വെച്ചാൽ ആ എംപ്ലോയ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടെന്ന് വെച്ചൊരു തൊഴിലുടമകളും തൊഴിലാളികളും എംപ്ലോയറും എംപ്ലോയീസും തമ്മിലുള്ള ആ ഒരു നല്ലൊരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട എന്താ പറയാ റൂൾസ് ആൻഡ് റെഗുലേഷൻ അല്ലെങ്കിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ രേഖപ്പെടുത്തുന്നത്. ലാസ്റ്റ് ഏതൊരു മാനുവൽ എടുത്താലും നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു കൺക്ലൂഷൻ ഉണ്ടാവും, അല്ലെ? അവസാനം എന്താണ്? കൺക്ലൂഷൻ ആണ്. കൺക്ലൂഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ഫൈനൽ നോട്ടാണ്, അല്ലെ? ദാറ്റ് ഇസ് സമ്മറൈസിംഗ് ദ കീ പോയിന്റ്സ് ഓഫ് ദാറ്റ് മാനുവൽ. അതായത് ആ ഒരു HR മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കീ പോയിന്റ്സുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഫൈനൽ നോട്ടായിരിക്കും കൺക്ലൂഷൻ ആയിട്ട് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഒരു HR മാനുവൽ എന്ന് പറയുമ്പോൾ ആ ഒരു HR മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തുന്ന വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ഗൈഡാണ്, ഒരു റെഫറൻസ് ഗൈഡാണ് HR മാനുവൽ എന്നുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാര്യം ഇത്രയേറെ കണ്ടന്റുകൾ ഒരു HR-ഉമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്, HR മാനുവലിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് അതൊരു ബേസ് ഡോക്യുമെന്റ് ആണ്, ഒരു റെഫറൻസ് ഗൈഡ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാമെന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ അല്ലേ? ഇനി നോക്കാം കേട്ടോ. The policies in the form of a stipulated rules and regulations, specific forms, protocols with respect to the human resources have been documented in the form of an authentic document normally named as a HR manual. ഒന്നുമില്ല, നമ്മൾ ഈ പറഞ്ഞ കാര്യമാണ്. അതായത് നമുക്കറിയാലോ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ചില സ്പെസിഫിക് ഫോമുകള്, പിന്നെ പ്രോട്ടോകോൾസുകള്, ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് ഡോക്യുമെന്റ് ചെയ്തിട്ടുള്ള ഈ ഒരു മാനുവലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? HR മാനുവൽ എന്ന് പറയുന്നത്, അല്ലെ? ഹ്യൂമൻ റിസോഴ്സ് മാനുവൽ. ഇനി പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ദ ബൈബിൾ ഓഫ് HR. അണ്ടർലൈൻ ചെയ്തിരിക്കുക കേട്ടോ. അപ്പോ ബൈബിൾ ഓഫ് HR എന്നറിയപ്പെടുന്നത് എന്താണ്? ഹ്യൂമൻ റിസോഴ്സ് മാനുവൽ ആണ്. മറന്നു പോകരുത് കേട്ടോ. ബൈബിൾ ഓഫ് HR എന്നറിയപ്പെടുന്നത് എന്താണ്? ഹ്യൂമൻ റിസോഴ്സ് മാനുവൽ ആണ്. കാര്യം എന്താണ്? വിച്ച് ഈസ് ദ ബേസ് ഡോക്യുമെന്റ് that acts as a referral dictionary containing all the rules and regulations to be followed in the hospital in respect of the human resource. അല്ലെ? ഹ്യൂമൻ റിസോഴ്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഏതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്? HR മാനുവലിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിപ്പോ നമുക്ക് മനസ്സിലായി, അല്ലെ? അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? ബൈബിൾ ഓഫ് HR എന്നാണ് കൺസിഡർ ചെയ്യുന്നത്. മറക്കരുത് കേട്ടോ. ബൈബിൾ ഓഫ് HR എന്ന് പറയുന്നത് എന്താണ്? ഹ്യൂമൻ റിസോഴ്സ് മാനുവലാണ്. ഓക്കെ, ഇനി പറയുന്ന പാരഗ്രാഫ് ഉണ്ടല്ലോ, അതെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മളിവിടെ പോയിന്റ് ആയിട്ട് എഴുതില്ലേ? ഈ പോയിന്റുകൾ നമ്മൾ നമ്പർ ഇട്ട് എഴുതില്ലേ? ആ കാര്യം തന്നെ ജസ്റ്റ് എഴുതി വെച്ചിരിക്കുന്നു. ജസ്റ്റ് വായിച്ചു പോയാൽ മതി കേട്ടോ. ഇറ്റ് കണ്ടെയ്ൻസ് ആൻ ഇൻട്രൊഡക്ഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ. നമ്മൾ പറഞ്ഞില്ലേ, പോയിന്റ് ഇട്ട് പറഞ്ഞ കാര്യങ്ങളാണ് എയിംസ് ഓഫ് HR, വിഷൻ ആൻഡ് മിഷൻ. ഈ പാരഗ്രാഫ് ശരിക്കും ഇവിടെ ആവശ്യമില്ല കേട്ടോ. ഇത് ആവശ്യമില്ല. ഇവിടെ നമ്മൾ പോയിന്റ് ഇട്ട് പറഞ്ഞ കാര്യങ്ങൾ അവര് പാരഗ്രാഫ് ആയിട്ട് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ പറയുന്ന ഫോമുകളൊക്കെ ഏതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്? HR മാനുവലിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. അവിടെ പറഞ്ഞതാണ് പാനൽ ഓഫ് ഇന്റർവ്യൂ ബോർഡ്, ഓഫർ ഓഫ് അപ്പോയിന്റ്മെന്റ്. ഓക്കെ, ഇവിടെ വരെയുള്ള കാര്യങ്ങൾ ഏകദേശം മിസലേനിയസ് ഫോംസ്, കൺക്ലൂഷൻ വരെയുള്ള കാര്യങ്ങൾ നമ്മളിവിടെ പോയിന്റ് ഇട്ട് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ അത് വീണ്ടും എടുത്ത് പറയുന്ന കാര്യമില്ല. ഓക്കെ, ഇവിടെ തൊട്ട് നോക്കാം കേട്ടോ. ഈ ഭാഗം തൊട്ട് നോക്കാം. Introduction regarding human resources is considered as a personal management in an organization. അതായത് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ പേഴ്സണൽ മാനേജ്മെന്റ് ആണ്. നമുക്കറിയാലോ ഹ്യൂമൻ റിസോഴ്സസിനെ പറയുന്ന മറ്റു പേരുകൾ നമ്മൾ പേഴ്സണൽ എന്നും പറയും, അല്ലെ? പേഴ്സണൽ എന്ന് പറഞ്ഞ സ്റ്റാഫ് ആണ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവർക്ക് സ്റ്റാഫ് മാനേജ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്, അല്ലെ? ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ പേഴ്സണൽ മാനേജ്മെന്റ്. അതായത് സ്റ്റാഫ് മാനേജ്മെന്റിനെ തന്നെയാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി
ഇനി മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഇറ്റ് ഇൻവോൾവ്സ് ദ സ്റ്റെപ്സ് ഫ്രം പ്രീ റിക്രൂട്ട്മെന്റ് പ്രോസസ് ടു എക്സിറ്റ് ഇന്റർവ്യൂ ലൈക്ക് റിക്രൂട്ട്മെന്റ്, പൊസിഷനിങ്, ഇൻഡക്ഷൻ, ട്രെയിനിങ്, വെൽഫെയർ ആൻഡ് ഗ്രീവൻസസ് ഓഫ് ദ സ്റ്റാഫ് മെമ്പേഴ്സ്. അതായത് അവിടെ പറയുന്ന ഒരു HR പ്രോസസ് ആണ്, ഹ്യൂമൻ റിസോഴ്സ് പ്രോസസ് ആണ് അവിടെ പറയുന്നത് കേട്ടോ. ഒരു ഹ്യൂമൻ റിസോഴ്സ് പ്രോസസ് എവിടെ തൊട്ട് തുടങ്ങുകയാണ്? ദാറ്റ് ഇൻവോൾവ് സ്റ്റെപ്സ് ഫ്രം പ്രീ റിക്രൂട്ട്മെന്റ് പ്രോസസ് തുടങ്ങി എക്സിറ്റ് ഇന്റർവ്യൂ വരെ അവസാനിക്കുന്നതാണ് ഒരു HR പ്രോസസ് എന്ന് പറയുന്നത് അല്ലെ. പ്രീ റിക്രൂട്ട്മെന്റ് പ്രോസസ് തുടങ്ങി എക്സിറ്റ് ഇന്റർവ്യൂ, ആ ഒരു എംപ്ലോയി ആ ഒരു ഓർഗനൈസേഷൻ വിടുന്നത് വരെയുള്ള എല്ലാ പ്രോസസ്സും ഉൾപ്പെടുന്നതാണ് HR പ്രോസസ് എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ട്? ലൈക്ക് റിക്രൂട്ട് ചെയ്യുന്നു അല്ലെ, നമ്മൾ പുതിയ എംപ്ലോയീസിനെ നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നു. പൊസിഷനിങ്, അവരെ കൃത്യമായിട്ടുള്ള റോളുകളിൽ നമ്മൾ അവരെ സ്ഥാപിക്കുകയാണ് അല്ലെ, പൊസിഷൻ ചെയ്യാണ്. പിന്നെ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻട്രൊഡ്യൂസിങ് ദ ന്യൂ എംപ്ലോയീസ് ടു എൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിലേക്ക് നമ്മൾ പുതിയ എംപ്ലോയീസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. പിന്നെ ട്രെയിനിങ്, നമ്മൾ അവർക്ക് പരിശീലനങ്ങൾ കൊടുക്കുന്നു. അതുപോലെ വെൽഫെയർ, അവരുടെ ക്ഷേമം അല്ലെ, എംപ്ലോയീസിന്റെ ക്ഷേമവും നമുക്ക് ഉറപ്പുവരുത്തണം. വെറുതെ ആളുകളെ തെരഞ്ഞെടുത്ത് അവർക്ക് പരിശീലനം കൊടുത്ത് ജോലി ചെയ്താൽ മാത്രം മതിയോ? പോരാ, അവരുടെ സംതൃപ്തിയും കൂടെ ഉറപ്പുവരുത്തണം. അവരെ മോട്ടിവേറ്റ് ചെയ്ത് അതുപോലെ അവർക്ക് ട്രെയിനിങ് കൊടുത്ത് അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും കൊടുക്കണം. അവരാണ് അതിന്റെ അസറ്റ്. അവരുണ്ടെങ്കിലേ എന്ത് സാധ്യമാവുള്ളൂ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സാധ്യമാവുള്ളൂ. ഇത് രണ്ടും സാധ്യമായാലേ നമുക്ക് ആ ഒരു ഓർഗനൈസേഷനെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് അല്ലെ. ഓക്കെ, അപ്പൊ നോക്കാം, അവിടെ നമ്മൾ ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതാണ് നെക്സ്റ്റ് സെന്റൻസിൽ അവർ പറയുന്നത്. ഓക്കെ, അതായത് ഗ്രീവൻസസ് ഓഫ് ദ സ്റ്റാഫ് മെമ്പേഴ്സ് ഹാവിംഗ് എ ഡിപ്ലോമാറ്റിക് അപ്രോച്ച് എൻഷുറിംഗ് വെൽഫെയർ ഓഫ് ദ സ്റ്റാഫ് മെമ്പേഴ്സ് വിത്തൗട്ട് കോംപ്രമൈസിംഗ് the HR ethics and maintaining the equilibrium of the management policies and procedures in respect of the decorum and financial stability of the hospital. എന്താണ് അവിടെ പറയുന്ന കൺസെപ്റ്റ്? അതായത് നമ്മൾ ഹ്യൂമൻ റിസോഴ്സസിനെ മാനേജ് ചെയ്യുന്നതും അതുപോലെ തന്നെ അത് മാനേജ് ചെയ്യണം. അതായത് അവരെ വെറുതെ റിക്രൂട്ട് ചെയ്താൽ മാത്രം പോരാ, അവരുടെ സാറ്റിസ്ഫാക്ഷനും വെൽബീയിങ്ങും നമ്മൾ ഉറപ്പുവരുത്തണം അല്ലെ, അവരുടെ ക്ഷേമം ഉറപ്പുവരുത്തണം. അതോടൊപ്പം തന്നെ നമ്മുടെ ഓർഗനൈസേഷന്റെ ഗോൾസ് അല്ലെ, നമ്മുടെ ഗോൾസ് അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ നമ്മൾ നേടുകയും വേണം. അതായത് അതിന്റെ സ്റ്റാൻഡേർഡുകൾ നിലനിർത്തിക്കൊണ്ട് വേണം നമ്മൾ ഹ്യൂമൻ റിസോഴ്സസിനെ മാനേജ് ചെയ്യാൻ. അല്ലാതെ ഹ്യൂമൻ റിസോഴ്സസിനെ മാത്രം മാനേജ് ചെയ്തുകൊണ്ട് അവിടെ സാധിക്കില്ല. ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ ഓർഗനൈസേഷന്റെ സ്റ്റാൻഡേർഡുകളും നീഡ്സുകളും എന്ത് ചെയ്യണം? അതും നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പൊ രണ്ടും ഒരുപോലെ എക്വിലിബ്രിയത്തിൽ, രണ്ടും ഒരുപോലെ ബാലൻസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. ഒരെണ്ണം മറ്റൊന്നിന് താഴെയല്ല, രണ്ടും ഒരുപോലെ എക്വിലിബ്രിയം. അതാണ് പറഞ്ഞ ഒരു ഡിപ്ലോമാറ്റിക് അപ്രോച്ച്. അതായത് ഹ്യൂമൻ റിസോഴ്സിനെ ഒരുപോലെ മാനേജ് ചെയ്യണം. അത് മാനേജ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഓർഗനൈസേഷന്റെ നീഡ്സുകള്, റിക്വയർമെന്റ്സിന് അത് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണം. അതിനൊരിക്കലും ഒരു കോട്ടം തെറ്റാത്ത രീതിയിൽ എന്നാൽ ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്ത് രണ്ടും ഒരുപോലെ ഒരു എക്വിലിബ്രിയത്തില്, ഒരു ബാലൻസിൽ വേണം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. ആ ഒരു കാര്യമാണ് പറയുന്നത്. ഡിപ്ലോമാറ്റിക് അപ്രോച്ച് എൻഷുറിംഗ് ദ വെൽഫെയർ ഓഫ് ദ സ്റ്റാഫ് മെമ്പേഴ്സ്. സ്റ്റാഫ് മെമ്പേഴ്സിന്റെ വെൽഫെയർ, അവരുടെ ക്ഷേമം നമ്മൾ ഉറപ്പുവരുത്തണം. എങ്ങനെ ഉറപ്പുവരുത്തണം? വിത്തൗട്ട് കോംപ്രമൈസിംഗ് ദ HR എത്തിക്സ്. HR എത്തിക്സിന് കോംപ്രമൈസ് ചെയ്യാതെ, അതായത് HR സ്റ്റാൻഡേർഡുകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ഓർഗനൈസേഷന്റെ ആ ഒരു സ്റ്റാൻഡേർഡുകൾ നിലനിർത്തിക്കൊണ്ട് എന്നാൽ ഹ്യൂമൻ റിസോഴ്സിന്റെ ക്ഷേമവും ഉറപ്പുവരുത്തിക്കൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. അതാണ് അവിടെ പറയുന്നത് കേട്ടോ. ആൻഡ് മെയിൻറ്റൈനിങ് ദ എക്വിലിബ്രിയം ഓഫ് ദ മാനേജ്മെന്റ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഇൻ റെസ്പെക്ട് ഓഫ് ദ ഡെക്കോറം ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഓഫ് ദ ഹോസ്പിറ്റൽ. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം? ബാലൻസിംഗ് ദ സ്റ്റാഫിനെ നമ്മൾ ബാലൻസ് ചെയ്യണം, ഓർഗനൈസേഷന്റെ വാല്യൂസും സ്റ്റാൻഡേർഡ്സും നമ്മൾ ബാലൻസ് ചെയ്യണം, പ്ലസ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ബാലൻസ് ചെയ്യണം. ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ബാലൻസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. ഒന്നും മറ്റൊന്നിന് മുകളിലല്ല. സ്റ്റാഫുകളെ ബാലൻസ് ചെയ്യണം, അവരുടെ വെൽഫെയർ ഉറപ്പുവരുത്തണം, ഒപ്പം നമ്മുടെ HR-ന്റെ എത്തിക്സും സ്റ്റാൻഡേർഡ്സും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ മെയിൻറ്റെയിനിങ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, നമ്മുടെ ഓർഗനൈസേഷന്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഇതെല്ലാം ഒരുപോലെ ഒരു എക്വിലിബ്രിയത്തിൽ കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വളരെ എഫിഷ്യന്റ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കൂ. ഓക്കെ, അതാണ് അവരവിടെ പറയുന്ന അർത്ഥം കേട്ടോ. ഇൻ റെസ്പെക്ട് ഓഫ് ദ ഡെക്കോറം. ഡെക്കോറം മീൻസ് ബ്യൂട്ടി. ബ്യൂട്ടി മീൻസ് ആ ഒരു ഇതിന്റെ വാല്യൂസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് നിലനിർത്തണം. ഒപ്പം എന്താണ്? ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉറപ്പുവരുത്തണം. ഓക്കെ, ഇനി നോക്കാം. ഇറ്റ്സ് എ ഫർദർ പ്രോസസ് ഓഫ് HR ഓഡിറ്റ് ആൻഡ് കൺഫർമേഷൻ ഓഫ് HR റിക്വയർമെന്റ്സ് ഇൻക്ലൂഡിംഗ് റിക്രൂട്ട്മെന്റ്, ഇന്റർവ്യൂ ആൻഡ് സെലക്ഷൻ,
placement, induction process and positioning, training and development, evaluation and appraisal, staff welfare grievances, exit interview on termination or resignation of employee. അത് വേറൊന്നുമല്ല കേട്ടോ, ഒരു HR പ്രോസസ്സിന്റെ ലൈഫ് സൈക്കിൾ ആണ് കാണിക്കുന്നത്. HR പ്രോസസ് ആണ് അവിടെ കാണിക്കുന്നത് കേട്ടോ. അതൊക്കെ നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങളാണ്. നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നു അല്ലെ, ഇന്റർവ്യൂവിലൂടെ നമ്മൾ അവരെ റിക്രൂട്ട് ചെയ്യുന്നു, അവരെ പ്ലേസ്മെന്റ് കൊടുക്കുകയാണ് അല്ലെ, അവരെ നമ്മളൊരു റോളിലോട്ട് നമ്മൾ പ്ലേസ് ചെയ്യാണ്. അതിനെയാണ് ഇൻഡക്ഷൻ പ്രോസസ് ആൻഡ് പൊസിഷൻ എന്ന് പറയുന്നത്. പിന്നെ അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നു, അവരെ ഡെവലപ്പ് ചെയ്യുന്നു അല്ലെ, അവരുടെ പെർഫോമൻസ്, അവരുടെ സ്കിൽ നോളജ് ഡെവലപ്പ് ചെയ്യുന്നു, അതിലൂടെ അവരുടെ പെർഫോമൻസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു, അതുപോലെ അവരുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നു. പിന്നെ അവിടെ തൊട്ട് തുടങ്ങി ഒരു എംപ്ലോയി ആ ഒരു ഓർഗനൈസേഷൻ വിടുന്നത് വരെയുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുന്നതാണ് HR പ്രോസസ് എന്ന് പറയുന്നത്. ഇത്രയും മതി കേട്ടോ. അപ്പൊ ഇതിൽ നിങ്ങൾ പഠിച്ച കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ഒന്ന് മനസ്സിലാക്കാം, ഒരു അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നതും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നതും ബോത്ത് ആർ ക്രൂഷ്യൽ ഫോർ ദ സക്സസ് ഓഫ് ഓർഗനൈസേഷൻ സക്സസിന് ഇത് രണ്ടും ഒരുപോലെ പോകണം എന്നാണ് പറയുന്നത്. പിന്നെ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ, അതൊരു കൂട്ടം ആളുകളാണ്, അവരുടെ സ്കില്ലും നോളജും എഫർട്ടും ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളെയാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. ഹ്യൂമൻ റിസോഴ്സ് മാനുവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ഗൈഡാണ്. ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള റൂൾസും റെഗുലേഷൻസും പോളിസിയും പ്രൊസീജിയറും എല്ലാം ഉൾപ്പെടുന്ന ഒരു ഗൈഡാണ് ഇത് ഹ്യൂമൻ റിസോഴ്സ് മാനുവൽ എന്ന് പറയുന്നത്. അതിനകത്ത് ഉൾപ്പെടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കേട്ടോ. ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനുവലിൽ നമ്മൾ ബൈബിൾ ഓഫ് HR എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് അറിയപ്പെടുന്നത്? ബൈബിൾ ഓഫ് HR എന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലായിട്ടുള്ള പോയിന്റുകൾ കേട്ടോ. ഓക്കെ, ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നുണ്ടോ? HA13 ബുദ്ധിമുട്ടുണ്ടോ? HA12ഉം 11 എനിക്കറിയാം, അവരെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. HA13 കുട്ടികൾക്ക് ഓക്കെ ആണോ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ ആണ്. വേറെ ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ? വായിച്ചു നോക്കണം കേട്ടോ. കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, PG ആയതുകൊണ്ട് കുറച്ച് അഡ്വാൻസ്ഡ് ആയിരിക്കും. നമ്മൾ ഓരോന്നിന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കി പോവുക കേട്ടോ. അതേ നമുക്ക് പറ്റുള്ളൂ. PGയിൽ അങ്ങനെ നമുക്ക് ഫോളോ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്നുള്ള കൺസെപ്റ്റ് നമ്മൾ ക്ലിയർ ചെയ്ത് പോവാം കേട്ടോ. ഓക്കെ, വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.